താലിയും സിന്ദൂര രേഖയും. അപ്പോൾ സാധാരണ രീതിയിൽ ആൾക്കാർക്ക് മനസ്സിനകത്തുണ്ടാകുന്ന ഡൗട്ടാണ്, അതായത് കല്യാണം കഴിഞ്ഞാൽ മാത്രമാണോ സിന്ദൂരം ഇടുന്നത്, നെറുകയിൽ സിന്ദൂരം ചാർത്തുന്നത്, അല്ലേ? എത്രയോ പേര് ഇന്നത്തെ ഒരു ഡേ ടു ഡേ ലൈഫിൽ എല്ലാവർക്കും എപ്പോഴും പറ്റണമെന്ന് തന്നെ ഇല്ല. തിരക്കൊണ്ട് പോകാം. പിന്നെ ചില ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. താലി ഒരു ആചാരത്തിൻ്റെ വലിയൊരു ഭാഗമായി, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വിശ്വസിച്ച് ഒരു വരൻ വധുവിനെ സ്വന്തമാക്കുന്ന സമയങ്ങളിൽ കെട്ടുന്നു. ഈ താലി വളരെ പവിത്രമായിട്ടാണ് എല്ലാ സ്ത്രീകളും കൊണ്ടുപോകുന്നത്. വളരെ കുറച്ച് പേര് ഈ താലി മാറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പുതിയൊരു ട്രഡീഷണൽ കാണുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു പഴയൊരു താലി, ചെറിയ താലിയെ മാറ്റി പുതിയ താലിയിലേക്ക് മാറ്റുന്നു. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, പുതിയ കല്ലുകൾ വെച്ച താലി വയ്ക്കുന്നു, പല രത്നങ്ങൾ വെച്ച താലി വയ്ക്കുന്നു, ഡയമണ്ട് വെച്ച താലി വയ്ക്കുന്നു. ഇങ്ങനെ പല പല സംഭവങ്ങൾ ചെയ്യാറുണ്ട്. ശരിക്കും താലി മാറ്റാമോ? നമസ്കാരം. താലി എന്ന് പറഞ്ഞ അതൊരു വിവാഹ സമയത്ത് സുമംഗലി ആവാൻ വേണ്ടി ഭർത്താവ് ഭാര്യയ്ക്ക് ചാർത്തുന്നതാണ് താലി. അതൊരിക്കലും മാറ്റാൻ പാടില്ല. അതെപ്പോഴും താലി നമ്മൾ സാധാരണ ചരടിലൊക്കെയാണ് കെട്ടുക. നമ്മുടെ സമുദായത്തിലൊക്കെ മഞ്ഞച്ചരടില കെട്ടുക. ആ മഞ്ഞച്ചരട് ചുമ്മാ മഞ്ഞച്ചരടല്ല, 7 വെള്ള നൂലെടുത്ത് ആ വെള്ള നൂലുമ്പോൾ പച്ചമഞ്ഞൾ ഉരയ്ക്കും. അതും സുമംഗലികൾ വേണം ചെയ്യണമെങ്കിൽ. എന്നിട്ട് അതാണ് താലി കെട്ടുന്നത്. 4-ാം ദിവസം അഴിച്ച് മാലയിരിക്കില്ല. എപ്പോഴും താലിമാല വലിയ മാല ഇടാതെ ചെറിയ മാലയായിരിക്കും നല്ലത്. കാരണം നമുക്ക് രാത്രിയും പകലും ഊരി വയ്ക്കാൻ പറ്റില്ല. കുളിക്കുമ്പോൾ പോലും ഊരാൻ പറ്റാത്ത സംഭവമാണ് താലിമാല. പക്ഷെ ഇന്നത്തെ സമുദായത്തിൽ അതല്ല, വലിയൊരു മാലയായിരിക്കും കൂരി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അത് പാടില്ല. താലി ഒരിക്കലും ഊരരുന്നാണ് പറയുന്നത്. താലി ഊരുമ്പോൾ ഭർത്താവിൻ്റെ ക്യാരക്ടറിനൊക്കെ വ്യത്യാസം വരുന്നതാണ് പറയുക പഴയ കാലത്ത്. അതിന് നമ്മൾ ഊരാതിരിക്കാൻ പറയണമെന്ന് അറിയില്ല. എന്തായാലും താലി എപ്പോഴും മാറ്റാൻ പാടില്ല. താലി എന്ന് പറഞ്ഞാൽ മംഗൾസൂത്രം എന്നാണ് പറയുന്നത്. അത് വളരെ പവിത്രമായത്. ഓരോ സമുദായത്തിലും ഓരോ രീതിയിലുള്ള താലി. ഇപ്പോൾ ബ്രാഹ്മിൻസിന് വേറെ, നായേഴ്സിന് വേറെ, അങ്ങനെ ഓരോ ജാതിക്ക് ഓരോ സമുദായത്തിനുണ്ട്. ക്രിസ്ത്യൻസിന് കുരിശാണ്. അപ്പം ഈ താലിക്ക് ഭംഗി കൂട്ടാനുണ്ട്, മൂടി കൂട്ടാനുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് നേരത്തെ ഇപ്പൊക്കെ സംസാരിച്ചിട്ടില്ലേ താലിയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ നേരത്തെ ഫിക്സ് ചെയ്താൽ മതി. ഇന്ന താലി ഇട്ടണമെന്നൊന്നുമില്ല. താലി വളരെ പവിത്രമുള്ളതാണ്. താലിയിൽ രാവിലെ എഴുന്നേറ്റ് കുടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സിന്ദൂരം തൊടും. സീമന്തരയ്ക്ക് സിന്ദൂരം തൊടും. ആ സിന്ദൂരം ഇടുമ്പോൾ ഒരു ഓഫീസിലും പറ്റില്ല പറയാറില്ല. കാരണം ചെറുതായിട്ട് തൊടാം, വലുതായിട്ട് തൊടുകയും വേണ്ട. ഇന്ത്യക്കാരൊക്കെ തൊടുമ്പോൾ ഇത്തോളം വരെ തൊടാം, അത് വേണ്ട, ചെറുതായിട്ട് തൊടാം. അത് ആ സിന്ദൂരം തൊട്ടിട്ട് നമ്മുടെ താലിയുമ്പോൾ തൂത്തുക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താവിന് സർവ്വ ഐശ്വര്യം ഉണ്ടാവും. ഭർത്താവിൻ്റെ ഐശ്വര്യമാണ് ഭാര്യയ്ക്കുള്ള ഐശ്വര്യം. ഒന്നും പറഞ്ഞ് 2-ാം വാക്കൊരു ഡൈവോഴ്സാണ്. അതല്ല വേണ്ടത്. അപ്പോൾ ഈ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ത്രീകൾക്ക് വളരെയധികം താലിക്ക് പ്രാധാന്യമാണ്. സിന്ദൂരത്തിനൊക്കെ പ്രാധാന്യം. കുപ്പിവള, സിന്ദൂരം. കുപ്പിവള ഇടുന്നത് നല്ലതാണ്. എൻ്റെ ഫാദറിനോ പറയാറ്, കുപ്പിവള ഇടുമ്പോൾ വരുന്ന ഒച്ചയെടുക്കുമ്പോൾ ആൾ വരുന്ന അറിയാൻ കിളിങ്ങണത്. പിന്നെ കുപ്പിവളയ്ക്കും പ്രാധാന്യമുണ്ട്. വളകൾ അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വള പൊട്ടിച്ച് കളയും. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ താലിക്ക് എന്ന് പറയുന്നത് താലി വളരെ ദൈവികമായിട്ട് പൂജിച്ചിടുന്ന സാധനം താലി. ഇപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ കിട്ടുന്നവരുണ്ട്, എന്നാലും താലിക്ക് പ്രാധാന്യമുണ്ട്. താലി എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയുടെയാണ്. നമ്മൾ പാർവതി ദേവി, ശിവനും പാർവതി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ദാമ്പത്യം ജീവിച്ചാണ്. ഈ പാർവതി ദേവിക്ക് ശിവനെ കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. മഹാദേവനെ കിട്ടാൻ വേണ്ടി ഒരുപാട് തപസ്സൊക്കെ ഇരുന്നു. ആ തപസ്സിനിടയ്ക്കാണ് കാമദേവൻ കൊല്ലപ്പെട്ടതൊക്കെ. കാമദേവൻ എന്ന് പറയുമ്പോൾ വികാരമാണ്. ആ വികാരം ഇല്ലാതായി. അതുകൊണ്ട് പാർവതിക്ക് ശവമുണ്ട്. പാർവതി പ്രസവിക്കില്ല. പാർവതി പ്രസവിക്കാൻ പറ്റില്ല. കാരണം രതിദേവി ശപിച്ചു. അപ്പോൾ അതുകൊണ്ടല്ലേ ഈ ഷൺമുഖനുണ്ടായത്. എങ്ങനെയാണ്? ബീജത്തെ ജലത്തിലേക്കിട്ട് 6 വീഴായത്. എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ശാപം ഉണ്ടായിരുന്നു. ശാപം ആർക്ക് വേണമെങ്കിൽ എപ്പോഴും വലിക്കാം. ശാപം വലിക്കപ്പോഴായാലും അതാണ് ഈ ശാപത്തിന് തോന്നുന്നത്. അപ്പം ഈ താലിക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത്. താലി അർത്തു എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു എന്നർത്ഥം. അതാണ് സിന്ദൂര ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്താ കാരണം? ഒരു സ്ത്രീയുടെ ഭർത്താവിനെയാണ് കൊന്നത്. അപ്പം അവർ താലിയിൽ പോയത്. അപ്പം അതുകൊണ്ട് നോർത്ത് ഇന്ത്യൻസിന് സിന്ദൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമാണ്. ആണ് സിന്ദൂർ ഓപ്പറേഷൻ വന്നത്. അപ്പോൾ ഈ സിന്ദൂരം തൊട്ട് നമ്മൾ അശുദ്ധ സമയത്ത് സിന്ദൂരം തൊടില്ല. പിന്നെ ഫാഷനിലൊക്കെ തൊടുന്നവരുണ്ട്. എങ്കിലും അമ്പലത്തിലെ സിന്ദൂരാണ് നമ്മൾ ശരിക്കും തൊടാറ്. അമ്പലത്തിൽ പൂജിച്ച് കൊണ്ടുവന്ന സിന്ദൂരം കുളി കഴിഞ്ഞ് സീമന്തേക്കിന് അതിന് മന്ത്രമൊക്കെ ഉണ്ട്. യോഗിനി ഓം ഹ്രീ യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയമോശ ആകർഷ്യ സ്വാഹ. അത് മന്ത്രം കുങ്ങും തൊടേണ്ട ശരിക്കും. അപ്പോഴാണ് നമുക്ക് പാർവതി ദേവിയുടെ മന്ത്രമാണത്. സ്വയംവര പാർവതി മന്ത്രം എന്ന് പറയും. ആ പാർവതി കല്യാണം നടക്കാൻ വേണ്ടി മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ജീവിക്കാനും സന്തോഷമുണ്ടാവാനും ഭർത്താവിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാനും സ്നേഹം കിട്ടാനും ഒക്കെ ആയിട്ട് ചെയ്യുന്നത്. കാരണം ഇന്നൊന്ന് പറഞ്ഞ് 2-ാം മകന് പിരിയുന്ന ആൾക്കാരാണ്. ഡൈവോഴ്സിൻ്റെ കാക്കുകൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഈ പരസ്പര ധാരണയും സ്നേഹവും വരാനാണ് നമ്മൾ സിന്ദൂരം തുടങ്ങുന്നത്.
പുരുഷൻ്റെ എപ്പോഴും സ്ത്രീയും ഒരിക്കലും പുരുഷനേക്കാൾ മുകളിൽ പോകാൻ പറ്റില്ല. എന്തൊക്കെ ആരോഗ്യം കൊണ്ടും കായബലം കൊണ്ടും ഒക്കെ സാധിക്കില്ല. അപ്പോൾ ഈ സിന്ദൂരം തൊടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താവിൻ്റെ ആയുസ്സിന് വേണ്ടിയിട്ടാണ് സങ്കല്പം. എന്തായാലും അതൊരു മാർക്കാണ് സിന്ദൂരം തൊടുന്നതെന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ താലി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് മാറ്റാൻ പാടില്ല. രാത്രി താലി ഊരി വയ്ക്കുന്ന സമ്പ്രദായം അതും പാടില്ല. താലി കഴുത്തിന് ഊരാൻ പാടില്ല. പഴയ കാലത്ത് സ്ത്രീകൾക്ക് ചെറിയ താലിയാണ് ഉണ്ടാവുക. എന്താ അത് കഴുത്തിന് ഊരില്ല, അത് അവിടെ കിടന്നോളും. ഇപ്പം അതെല്ലാം ഫാഷനായിട്ട് 5 പവൻ്റെയൊക്കെ താലിയിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെയാണ് ഇപ്പോൾ ആളുകളെ തന്നെ നമ്മളെ മോശമാക്കി തന്നുകൊണ്ടിരിക്കുക ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ കൂടി ചെയ്താൽ നമ്മൾ ഭർത്താവിൻ്റെ ആയുസ്സിനും ദാമ്പത്യ ജീവിതത്തിനും വളരെയധികം ഐശ്വര്യം ഉണ്ടാവും. പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ പിന്നെ ചേരാത്ത നക്ഷത്രങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചിലപ്പോൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ നോക്കി ജ്യോത്സ്യന്മാരുടെ പ്രശ്നം ഉണ്ടാവും. എനിക്ക് എന്തോ ആൾക്കാരുണ്ട് ഭരണിയാണെങ്കിലും കല്യാണം കഴിച്ചേക്കും, വേദനക്ഷത്ര എന്നും അടിയാ. ജ്യോത്സ്യന്മാർ എന്താണ് പ്രശസ്തനായ ജ്യോത്സ്യനെ എഴുതി കൊടുത്താന്നാണ് പറയണത്. എനിക്കറിയില്ല എന്താണ്, നീ ഇവർ വെറുതെ പറഞ്ഞതാണോ എന്നറിയില്ല. എന്തായാലും എന്നും തമ്മിൽ തരാം. അപ്പോൾ എന്ത് ചെയ്യും? അതിനും പരിഹാരമുണ്ട്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ വേദനക്ഷത്രവും മധ്യമരഞ്ജും ഒക്കെ വരികയാണെങ്കിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പോയി നമ്മൾ അതിന് വരാഹിയുടെ പ്രതിമയുണ്ട്, സ്വർണ്ണപ്രതിമ മേടിച്ച് വെള്ളിനൂലൊക്കെ വെച്ച് പട്ടൊക്കെ വെച്ച് സമർപ്പിച്ച് കഴിഞ്ഞാൽ ആ ദോഷം തീരും. അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല ഇവിടെ. ഈ മരിച്ചാൽ മാത്രമേ പരിഹാരമില്ലുള്ളൂ. ആയുസ് നിലനിർത്താൻ മാത്രമേ പരിഹാരമുള്ളൂ. ആയുസ് ദൈവം നിശ്ചയിച്ചാൽ ആ സമയത്ത് നമ്മൾ പോയിരിക്കും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ഈ താലിയുടെ മഹാത്മ്യം താലി മഹാത്മ്യം തന്നെ ഒരു ഇതുണ്ട്, പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ ഈ താലിയുടെ മഹാത്മ്യം, താലിക്ക് വളരെ പ്രാധാന്യം പാർവതി ദേവിയാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ചില സമുദായക്കാർ ഒരുവിധം ആൾക്കാരും കർക്കിടക മാസം മുരിങ്ങയില കൂട്ടൂല, ദേവിയുടെ താലിയാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും കട്ടുള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ കഴിക്കില്ലല്ലോ നമ്മൾ താലിയെന്ന് പറയുമ്പോൾ. കട്ടുള്ളത് പ്രശ്നമല്ലല്ലോ ആൾക്കാർക്ക്. അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വന്നാൽ നമ്മുടെ കാര്യത്തിൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും. അതുപോലെ പിറന്നാൾ ദിവസം, ബർത്ത്ഡേ അല്ല, പിറന്നാൾ ചാന്ദ്രമാസമാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. ഒരാൾ ജനിച്ച പിറന്നാൾ ദിവസം നമ്മൾ ഒരിക്കലും കോവയ്ക്ക കുമ്പളങ്ങയൊന്നും ഉപയോഗിക്കരുത്. കോവയ്ക്ക കുമ്പളങ്ങയൊക്കെ മരണസമയത്ത് ഉപയോഗിക്കുന്നതാണ്. അത് ഉപയോഗിക്കുക, കറിയൊന്നും വയ്ക്കില്ല, കോവയ്ക്ക കുമ്പളങ്ങയൊന്നും വെച്ചൊന്നും വയ്ക്കില്ല എന്ന്. അത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മധുരം ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും. ഇതിനൊക്കെ എന്തിനു വേണ്ടി? ആയുസ് ഉണ്ടാകാൻ വേണ്ടിയില്ലല്ലേ. നമുക്ക് ആയുസ് മാത്രമല്ല, ആയുസ്സുണ്ടായി ആരോഗ്യമായി കിടപ്പാണെങ്കിൽ എന്ത് ചെയ്യും? അതും വരാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ താലിയുടെ മഹാത്മ്യം അതാണ്. താലി പല സമുദായത്തിലും പല രീതിയിലുള്ള താലികളാണ്. ആ താലിക്ക് പ്രാധാന്യമുണ്ട്. പാർവതി ദേവിയാണ് സൂചിപ്പിക്കുന്നത്. ആ താലിയിൽ എപ്പോഴും കുങ്കുമം തൊടണം. സ്വയംവര മന്ത്രം ജപിച്ചാൽ തുടർന്ന് നെറ്റിയിൽ കുങ്കുമം ചാർത്തും. ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ട്, ഇതൊക്കെ ഭർത്താവിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ആജ്ഞാചക്രത്തിൽ തുടർന്ന് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ താലിയുടെ മഹാത്മ്യം മനസ്സിലായല്ലോ. പിന്നെ ചില സമുദായങ്ങൾ ഈ മീനമാസത്തിലെ ഓരോ ദിവസങ്ങളിൽ താലി ചരടൊക്കെ മാറ്റുന്ന സമ്പ്രദായം പലയിടത്തും മാറ്റാറുണ്ട്. മഞ്ഞച്ചരടൊക്കെ ഇടുന്ന സമ്പ്രദായമാണ്. പൂജ ചെയ്യാൻ കൊടുക്കാറുണ്ട്. അതെ. ഈ താലി ഊരി പൂജ ചെയ്യാൻ കൊടുക്കുന്നത് നല്ലതാണോ? എന്തിനാ ഊരേണ്ട ആവശ്യം? താലി ഇപ്പോൾ കുറേ നാൾ 10-9 വർഷം കഴിയുമ്പോൾ തേഞ്ഞ് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുതിയ താലി മേടിക്കും. പുതിയ താലി മേടിച്ചിട്ട് പൂജിച്ച് ഈ ഭർത്താവ് കെട്ടണം. അത് നല്ല മുഹൂർത്തം നോക്കിയേ കിട്ടുള്ളൂ, തോന്നുമ്പോൾ കിട്ടുമൊന്നുമില്ല. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ആ ദോഷം തീരും. അത് കാരണം ചിലപ്പോൾ താലിയൊക്കെ തേഞ്ഞ് പോയിന്ന് വരും. തേഞ്ഞ് വിടാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണു പോകരുതല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ താലി വീണു പോയി എന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്ത് ചെയ്യും? ഒരാൾ താലി വീണു പോയി വെച്ചാൽ അപ്പോൾ എന്ത് ചെയ്യും? അത് ദോഷമാണ്. അപ്പോൾ നേരെ നല്ല താലി മേടിച്ച് ക്ഷേത്രത്തിൽ പോയി പൂജിച്ച് ആ ഭർത്താവിനെ കൂടെ കെട്ടിക്കും. അപ്പോൾ ആ ദോഷങ്ങൾക്ക് പരിഹാരമായി. അപ്പോൾ എല്ലാത്തിനും പരിഹാരമുണ്ട്. എന്തായാലും ഈ താലി മഹാത്മ്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കുറേ പേർക്ക് അറിയാമെങ്കിലും അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. താലി ഊരി വയ്ക്കുന്നത് തന്നെ അമ്മ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞെങ്കിലും ഒരുപാട് പേര് ഊരി വയ്ക്കുന്നുണ്ട്. സോ എന്തായാലും താലിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. എല്ലാവരും എന്നും ദീർഘായുസോടുകൂടി അല്ലെങ്കിൽ ആയുരാരോഗ്യത്തോടുകൂടി സുമംഗലിയായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.